നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ നമ്മുടെ മൻസൂർ kappungal സാറ് നമ്മുടെ മൂന്നാം ഘട്ട പരീക്ഷ എങ്ങനെ തയ്യാറെടുക്കണം, അതുപോലെ തന്നെ ബിരുദതല പ്രിലിമിനറി രണ്ടാം ഘട്ട പരീക്ഷ തരുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അപ്പോൾ തേർഡ് ഫേസ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് എന്തായാലും ഈ ഒരു വാർത്ത ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. മൂന്നാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർ കഴിഞ്ഞ 2 ഘട്ടത്തിലെ ചോദ്യങ്ങൾ ഉപയോഗിച്ച് പരിശീലിക്കണമെന്ന് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബിരുദം യോഗ്യതയായിട്ടുള്ള തസ്തികയിലേക്ക് PSC നടത്തുന്ന പ്രിലിമിനറി പരീക്ഷയുടെ 1ാം ഘട്ടം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1ാം ഘട്ടത്തെ പോലെ തന്നെ അത്ര കടുപ്പമായിരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ചില ഭാഗങ്ങൾ ഉദ്യോഗാർത്ഥികളെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിലെ ചോദ്യങ്ങൾ അതികഠിനവും പലത് UPSC പരീക്ഷകളുടെ നിലവാരത്തിലുള്ളതും ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, എക്കണോമിക്സ് മെയിൻസ് എടുത്തവർക്ക് അല്ലെങ്കിൽ എക്കണോമിക്സ് ഡിഗ്രിയിൽ മെയിൻ എടുത്തവർക്ക് പോലും കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങളാണ്. ഞാൻ എക്കണോമിക്സ് മെയിൻ ആയിരുന്നു, എന്നിട്ടും കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഈ ഒരു പ്രിലിമിനറിയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. സത്യത്തിൽ UPSC നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ ഈ സെക്കൻഡ് ഫേസിൽ കാണാനായിട്ട് കഴിഞ്ഞത്. ഒരിക്കൽ പോലും വായിച്ച് പരിചയമില്ലാത്ത ചോദ്യങ്ങളെ പൂർണ്ണമായും വിട്ടുകളയുന്നതാണ് അഭികാമ്യം. എക്കണോമിക്സ്, മലയാളം, കണക്ക് എന്നീ വിഷയങ്ങളിലെ ചിലതുൾപ്പെടെ 20 മാർക്കിന്റെ ചോദ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ആയിരുന്നു. ഇവ എഴുതാൻ പോയാൽ ഉത്തരം ശരിയായി കിട്ടണമെന്നില്ല, സമയം പാഴാകുകയും ചെയ്യും. ഇവ ഒഴിവാക്കി ബാക്കിയുള്ളവ നന്നായി വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ 20 മാർക്കിലുള്ള നമ്മുടെ മലയാളവും കണക്കും എക്കണോമിക്സും ഒക്കെ ഭയങ്കര ടഫായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വിട്ടുകളയുക. വെറുതെ ഗസ് അടിച്ച് മൈനസ് മാർക്ക് വാങ്ങുന്നതിനേക്കാളും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതി മനസ്സിലാക്കി അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾ എഴുതുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇനി ഫേസ് അല്ലെങ്കിൽ ഇനിയുള്ള എക്സാംസ് എഴുതുമ്പോഴെങ്കിലും ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം അറിഞ്ഞൂടാത്തത് വായിച്ച് സമയം കളയാതെ അറിയാന്നുള്ളത് എഴുതി മാർക്ക് വാങ്ങിക്കുന്നതാണ് ഏത് പരീക്ഷയ്ക്കും നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ 5 മാർക്ക് ഉറപ്പായി നേടാനായിട്ട് കഴിയും. നമ്മുടെ കണക്ക് പകുതിയോളം എളുപ്പമായിരുന്നു. IT ആൻഡ് സൈബർ ലോ താരതമ്യേന എളുപ്പമായിരുന്നു. ഹയർ സെക്കൻഡറി പാഠഭാഗങ്ങളിൽ നിന്നാണ് ഏറെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന് 2018 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. പ്രധാന പുരസ്കാരങ്ങൾ സംബന്ധിച്ച പഴയ വിവരങ്ങളും പഠിക്കണമെന്നതിന് ഉദാഹരണമാണ് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം എന്ന ചോദ്യം. അപ്പോൾ നമുക്കറിയാം MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയത് ഏത് വർഷമാണ്? 1900-കളിലാണ്, 90s-ലാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് വരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നാണ്, +1 +2 എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ളവർ എന്ത് ചെയ്യുക, +1 +2 ടെക്സ്റ്റുകൾ വായിക്കുക, അതിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതിന്റെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ FIFA 2022 ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവരെല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കണം. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഇന്നലെ തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഹയർ സെക്കൻഡറിയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ഹയർ സെക്കൻഡറിയിലെ പാഠഭാഗങ്ങൾ. അപ്പോൾ +1 +2 പാഠഭാഗങ്ങൾ തീർച്ചയായും പഠിച്ചിട്ട് വേണം അടുത്ത 3ാം ഘട്ട ഫേസുകാരെ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ സിലബസ് ഏകദേശം പരീക്ഷയ്ക്ക് പോയ ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് 56 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. മറ്റുള്ള ചോദ്യങ്ങൾ കൂടി ഉത്തരം എഴുതാൻ കഴിഞ്ഞാൽ മികച്ച റാങ്ക് വാങ്ങിക്കാനായിട്ട്, അപ്പോൾ ഏകദേശം പഠിച്ചു പോയവർക്ക് 56 മാർക്കോളം വാങ്ങിക്കാനായിട്ട് കഴിയും. ബാക്കി പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3ാമത്തെ ഘട്ടത്തിൽ പരീക്ഷയുള്ളവർ കഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ഉപയോഗിച്ച് പരിശീലനം നടത്തണം. ഓരോ ചോദ്യത്തിന്റെയും ഓപ്ഷനുകളും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പഠിച്ചെടുക്കണം. UPSC എക്കണോമിക്സ് പരീക്ഷകൾക്കുള്ള കുറിപ്പുകൾ വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയും കേരളവും പങ്കെടുക്കുന്ന പ്രധാന കായിക മേളകൾ കൃത്യമായി വായിച്ചു പഠിക്കണം. അവയിലെ പഴയ കാര്യങ്ങളും ചോദിച്ചു വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ വ്യക്തമായിട്ട് തന്നെ സാർ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ PSC വാർത്തകൾ, നമ്മൾ തൊഴിൽ വേദിക്കകത്ത് കൊടുത്തിട്ടുള്ള PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ 1ാമത്തെ വാർത്ത എന്ന് പറയുന്നത്
നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ പരീക്ഷ ഈ ആഴ്ച മുതൽ ഉണ്ടാവുമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതാണ്. നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് പിന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ ഈ ആഴ്ച മുതലെന്ന് പറയുന്നുണ്ട്. ഇതിൽ പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നത് 22, 23, 24 തീയതികളിലായിട്ടാണ്. ഇതിൽ 22-ാം തീയതി നടത്താനായിട്ട് പോകുന്നത് ആംഡ് പോലീസ് ബറ്റാലിയന്റെ സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റ്, SIയുടെ ടെസ്റ്റുകളെല്ലാം നടത്താനായിട്ട് പോകുന്നത് 22-ാം തീയതിയാണ്. 23-ാം തീയതി നടത്താനായിട്ട് പോകുന്നത് സീനിയർ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ, സബ് ട്രഷറി ഓഫീസർ, കേരള ട്രഷറി സർവീസിൻ്റെതും അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസർ PSCയുടെതൊക്കെ നടത്താനായിട്ട് പോകുന്നത് 23-ാം തീയതിയാണ്. 24-ാം തീയതി എക്സാം നടക്കാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് ജയിലറിന്റെ എക്സാം നടക്കാൻ പോകുന്നത് 24-ാം തീയതിയാണ്. 25-ാം തീയതി എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. അപ്പോൾ എന്തായാലും അടുപ്പിച്ച് തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. SIക്കൊക്കെ നല്ല വേക്കൻസീസ് വരുന്നുണ്ട്. നമ്മുടെ സബ് ഇൻസ്പെക്ടറിന് ഏകദേശം 239, 38 ഏകദേശം 260ഓളം വേക്കൻസീസ് ആണ് ഇതിൽ പറയുന്നത്. 260, 270ഓളം വേക്കൻസീസ് ആണ് സബ് ഇൻസ്പെക്ടറിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അസിസ്റ്റന്റ് ജയിലറിന് ഏകദേശം 27ഓളം വേക്കൻസികൾ അസിസ്റ്റന്റ് ജയിലറിനും ഉണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് ഒരു വേക്കൻസി ഉള്ളൂ കേട്ടോ. ഡേറ്റ എൻട്രിക്ക് ഒരു വേക്കൻസി ഉള്ളൂ. ആകെ മൊത്തത്തിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്നത് 14,413 പേരാണ്. ഒഴിവുള്ളത് 312 ഒഴിവുകളാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ഉള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ 81,230 അപേക്ഷകൾ അസാധു എന്നാണ്. വലിയൊരു സംഖ്യയാണല്ലേ. 81,000 വേക്കൻസികൾ, 81,000 അപേക്ഷകൾ അസാധുവായിട്ട് മാറിയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപേക്ഷയിൽ ഏകദേശം 81,000 ആളുകൾ അസാധുവായി പോയിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ നൽകാത്തതിലാണ് ഈ 2,40,320 പേർ അപ്ലൈ ചെയ്തതിൽ 81,000 പേര് അസാധുവായിട്ടുള്ളത്. ഏകദേശം പകുതിയുള്ള ആൾക്കാർ അസാധുവായി പോയിട്ടുണ്ട്. ഇതിൽ 1,59,000 പേര് മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ. ജനുവരി 21-നാണ് പരീക്ഷ. കൺഫർമേഷൻ നൽകിയവർക്ക് ജനുവരി 7 മുതൽ ഹാൾ ടിക്കറ്റ് ലഭിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. ഫോറസ്റ്റ് ഓഫീസറുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് എല്ലാ ജില്ലകളിലേക്കും നിലവിൽ ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലിസ്റ്റിലൊക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത വാർത്ത, LGSന്റെ 6 ജില്ലകളിലേക്ക് 1-ാം ഘട്ട നിയമന ശുപാർശ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിലെ ശുപാർശ പോയിട്ടുള്ളത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലേക്കാണ് LGSന്റെ നിലവിലത്തെ അപ്പോയിന്റ്മെന്റുകൾ, നിയമന ശുപാർശകൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പോപ്പപ്പ് ആയിട്ട്. അടുത്ത വാർത്ത നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഈ സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും പുറകെ ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേ റദ്ദാക്കി പരീക്ഷ 22-ാം തീയതി തന്നെ മാറ്റമില്ലാതെ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 664 ഒഴിവുകളുണ്ട്. പക്ഷേ ലിസ്റ്റ് തീരാറായി എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴാണ് നിയമനം ഒന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിവുകൾ ഉണ്ടായിട്ട് കൂടി നിലവിൽ ഇപ്പോൾ ലിസ്റ്റിലേക്കുള്ളവർക്ക് നിയമന ശുപാർശകൾ പോകുന്നില്ല. കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കാണ് ഈ ഒരു വിഷയം വന്നിട്ടുള്ളത്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അതുപോലെ തന്നെ 44 തസ്തികകളിലേക്ക് PSCയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റഗറി നമ്പർ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജലഗതാഗതം, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ, കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ, കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശയിലേക്കുള്ള കോർപ്പറേഷൻ ലിമിറ്റഡ്, പിന്നെ പമ്പ് ഓപ്പറേറ്റർ, മെക്കാനിക്കൽ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ടീച്ചർ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് നിലവിലിപ്പോൾ നമ്മുടെ PSC വിജ്ഞാപനം പോയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ PSC പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ KSRTCയിൽ 22 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെപ്യൂട്ടി മാനേജർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെയിനി, അങ്ങനെ 22ഓളം വേക്കൻസികൾ KSRTCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ക്വാളിഫിക്കേഷനിലുള്ളവരും കൂടി എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വാർത്തയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ ഇതെല്ലാം അതിനകത്ത് അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കുറച്ച് താമസമായാലും ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫിഫയുടെ ആ ഒരു വീഡിയോ കാണുക. കാര്യം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഫിഫയുടെ ചരിത്രം മുതൽ ഇന്നലെ നമ്മുടെ ഫസ്റ്റ് മത്സരം അല്ലേ, ആരൊക്കെ തമ്മിലായിരുന്നു, ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. അതിൽ ഇക്വഡോർ ജയിച്ചു, 2-0 അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.